ഹലോ ഗീസ് ഗൗരി ശങ്കരത്തിന് പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആരതി വേണിയോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളങ്ങനെയാണെങ്കിൽ തെളിയിക്കുക, ഗൗരി ചേച്ചി തെളിയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന വേണിക്ക് ദേഷ്യം വരുന്നുണ്ട്. വേണി പിന്നെയും പറയുന്നുണ്ട്, മിഥുൻ ഡോക്ടറുണ്ടല്ലോ, അങ്ങേര് ഉറപ്പായിട്ടും ഫ്രോഡാണ്, അത് ഗൗരി തെളിയിക്കുക തന്നെ ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്, ഗുരുവായൂരപ്പനാണെങ്കിൽ ഉറപ്പാന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആരതി പിന്നെയും കത്തി കയറുവാണ്. എന്നാൽ വേണി ചേച്ചി ഗൗരിയുടെ കൂടെ നിന്നത് തെളിയിക്കുന്നുള്ള രീതിയിൽ പിന്നെയും ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ആദർശ് വേണിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. മതി വേണി, നിർത്താനല്ലേ പറഞ്ഞത്, നിന്നോടല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും വേണീനെ കൂട്ടിക്കൊണ്ട് ആദർശ് പോവാണ് കേട്ടോ. അവർ രണ്ടോട് പയ്യെ മുറിലോട്ട് പോവാണ്. അത് കഴിയുമ്പോൾ വീണ്ടും ആരതി അവിടെ നിന്ന് പിന്നെയും പറയുക, എൻ്റെ ജീവിതം കളയുക, അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശിക്ക് ദേഷ്യം വരും കേട്ടോ. മുത്തശ്ശി പറയും, നിൻ്റെ അട്ടഹാസവും ആർപ്പുവിളിയൊക്കെ നിർത്തുക, നിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ആരതിക്ക് ചെറിയൊരു വിഷമം വന്നിട്ട് പുള്ളിക്കാരെ അകത്തോട്ട് കയറി പോവുകയാണ്. പിന്നെ കാണിക്കുന്നതും നമ്മുടെ മുത്തശ്ശി പറയുന്നതാണ്. മുത്തശ്ശി പറയും, നീയും നിൻ്റെ ഭർത്താവും എന്ന് വെച്ചാൽ ശ്യാം സാറും നന്ദിനിയമ്മയോടും പറയുകയാണ്, നിങ്ങൾ എന്ത് വേണേലും വിശ്വസിച്ചോ, മിഥുനെ തന്നെ വിശ്വസിച്ചോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് എൻ്റെ ഗൗരീനെയും ശങ്കറിനെയും വിശ്വാസമാണ്, അവർ ഉറപ്പായിട്ട് കുടുംബത്തിനെതിരായിട്ട് ഒരിക്കലും ചെയ്യില്ല എന്നിങ്ങനെ പറയുകയാണ്. ആ സമയത്ത് നന്ദിനിയമ്മ പറയുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമേ, എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറയുകയാണ്. പിന്നെ മുറിയിലെത്തി കഴിയുമ്പോഴും വേണിയുടെ ദേഷ്യം പോകുന്നിട്ടുണ്ട്. വേണി പറയുകയാണ്, അവൾ എന്നാ കണ്ടിട്ടാണ് ഇത്രയും ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് സഹിച്ച ഗൗരിക്കെതിരെ പറഞ്ഞ്, ഗൗരിയുടെ സ്ഥാനത്ത് അവളായിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊക്കെ ആവുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ് കേട്ടോ ആദർശനോട്. ആദർശ് പറയുന്നത്, സാരമില്ല പോട്ടെ, അവൾക്ക് അത്ര പക്വതയൊന്നും ഇല്ലയെന്ന് പറയുമ്പോഴത്തേക്കും വേണി പറയുന്നുണ്ട്, പക്വതയില്ലാന്നൊന്നും പറഞ്ഞ് ന്യായീകരിക്കേണ്ട, അവൾക്ക് നല്ല പക്വതയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധമുണ്ടെന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ വേണി പറയുന്നുണ്ട്, അതുമാത്രമാണോ, അവൾ എന്തൊക്കെയാണ് കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് പിന്നെയും ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആരതിയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് വേണിന് അത്രയ്ക്ക് വിശ്വാസവും ഇത് സ്നേഹമാണ്, നിങ്ങൾ ആശുപത്രി കിടന്ന സമയത്ത് അതിനു മുമ്പൊക്കെ എനിക്ക് നമ്മുടെ ഗൗരിയുടെ ഇത് മനസ്സിലായതാ എന്നൊക്കെ വേണി പറയുവാണ് കേട്ടോ. ഗൗരി അല്ലാണ്ട് ഒരാളും എൻ്റെ വീട്ടിൽ നിൽക്കുകയല്ല, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവമൊക്കെ എനിക്കറിയാവുന്ന, എൻ്റെ ഏട്ടനെ അത്രയും സ്നേഹിച്ച് നിൽക്കുന്ന ഗൗരിക്ക് ഉറപ്പായിട്ടും സ്വന്തം കൂടപ്പിറപ്പിനോടൊക്കെ എന്തോ ഒരു സ്നേഹമുണ്ടെന്ന് എനിക്കത് മനസ്സിലാവുമെന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ആദർശ് നമ്മുടെ വേണിയുടെ കൈ പിടിക്കുവാണ് കേട്ടോ. പെട്ടെന്ന് അപ്പോൾ വേണി സംസാരം നിർത്തുവാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ മനുഷ്യൻ എന്നെ ഇങ്ങനെ നോക്കാതെ എൻ്റെ കൈ പിടിക്കാതെ, എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ദേഷ്യമൊക്കെ ഉരുകി അലുത്ത് പോവുക എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദർശ് രൂപ, അപ്പോൾ ഇനി നിനക്ക് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ നോക്കി നിൻ്റെ കൈ പിടിച്ചാൽ മതിയല്ലേ, പ്രശ്നമൊക്കെ തീരുമല്ലേ എന്ന് ചോദിച്ച് വേണീനെ അടുത്തോട്ട് വലിച്ച് കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും വേണിയും കെട്ടിപ്പിടിക്കുവാണ്. അങ്ങനെ അവർ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉമ്മ കൊടുത്ത് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി പെട്ടെന്നങ്ങ് വരുവാണ് കേട്ടോ. മുത്തശ്ശിക്ക് ഇത് കാണുമ്പോൾ നാണം വരുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വേണി ചോദിക്കുകയാണ്, മുത്തശ്ശി എന്താ നാണം വന്നോ, ഇങ്ങനെ കയറി വാ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും പറയും, മോളെ നീ ആരതി പറഞ്ഞു മനസ്സിൽ വെക്കണ്ട, വിട്ട് കളഞ്ഞേക്ക്, എന്തായാലും ഗൗരിയും ശങ്കറിനെയാണ് എനിക്ക് വിശ്വാസം, അവർ നീ പറഞ്ഞ പോലെ തന്നെ അത് തെളിയിക്കുന്ന ഒരു ദിവസം വരുമെന്ന് മുത്തശ്ശിക്ക് ഉറപ്പാന്ന് പറയുവാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പം വേണിക്ക് ഒരു ആശ്വാസമാവുകയാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ ഈ വീട്ടിൽ വേണി പറഞ്ഞ പോലെ ഗൗരിയുടെയും ശങ്കറിൻ്റെയും സത്യം മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ വേണി നിൽക്കുവാണ് കേട്ടോ. കഴിയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വേണിക്കൊരു ഉമ്മയൊക്കെ കൊടുക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാത്രിയിൽ ഗൗരി വീട്ടിലിരുന്ന് പഠിക്കുവാണ് കേട്ടോ, ചാരങ്ങാട്ട്. അപ്പോൾ കമല ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടുകൊണ്ട് വരും. എന്നിട്ട് ചോദിക്കും, ഇത് ഒരുപാട് പുസ്തകം ഉണ്ടല്ലോ, ഇതെന്താ പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം പറയും, ഗൗരി പറയും, ഞാൻ വക്കീലാവാനാണ് പഠിക്കുന്നത്, ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ കമലയിടത്തും പറയും, എനിക്കും പഠിക്കണം എന്നുണ്ട്, പക്ഷേ എന്താ പഠിക്കേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഗൗരി പറയും, കമലയിടത്തേക്ക് ഇഷ്ടമുള്ളത് പഠിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം ചോദിക്കും, വക്കീലായി കഴിയുമ്പോൾ ഗൗരി എന്താ ചെയ്യുക എന്നൊക്കെ കമല ചോദിക്കുമ്പോൾ പറയും, സ്ത്രീകൾക്കെതിരെ ഉള്ള അനീതിക്കും അക്രമത്തിനും എതിരെ ഞാൻ പോരാടും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നവർക്കെതിരെ എന്താ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ കമലേനെ പയ്യെ ആശ്വസിപ്പിച്ച് ഗൗരി പറയാണ്, ചേട്ടത്തിൽ പോയി കിടന്നു, ഉറക്കം കളയണ്ടെന്നൊക്കെ പറയുവാണ് കേട്ടോ. കമല അവിടെ നിന്ന് പോകുമ്പോൾ ആ വേലക്കാരി അവിടെ നിന്ന് കള്ളത്തിലത്തേക്ക് കരയുവാണ്. കമല ഒന്നും പറയുന്നൊന്നുമില്ല കേട്ടോ, ദേഷ്യപ്പെട്ട് നോക്കിയിട്ട് അങ്ങ് കയറി പോവുകയാണ്. പിന്നെ കാണിക്കുന്ന ശങ്കറിനെയാണ്. ശങ്കർ ഓർക്കും, പക്ഷെ ഞാനവിടെ പോകണ്ടായിരുന്നു, ഇത് ഗൗരിക്ക് കൂടുതൽ പ്രശ്നമാവുമല്ലേ ചെയ്യുന്നത്, ഗൗരീനെ കൂടുതൽ പ്രൊഫസറൊക്കെ തെറ്റിദ്ധരിക്കുകയാണല്ലോ ചെയ്തത് എന്നോർത്ത് ആ കൂടെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. കറക്റ്റ് സമയത്ത് പ്രൊഫസർ അങ്ങ് വരുന്നു ഞാൻ ഓർത്തില്ലോ, ശ്യാം സാർ വന്നതാണല്ലോ പണി പാളിയെന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്ത് ഗംഗ അങ്ങ് വന്നിട്ട് പറയും, എടാ ഇത് നിൻ്റെ കല്യാണത്തിൻ്റെ ആൽബം അല്ലേ, എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല, അന്ന് ഒരുപാട് ഒഴിവാക്കാൻ പറ്റാത്ത പരിപാടികൾ എനിക്കുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശങ്കറിൻ്റെ കവളി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ട് മഹാദേവൻ അങ്ങ് വരുവാണ്. അപ്പോൾ മഹാദേവന് മനസ്സിലാവും, കത്തൊന്നും വായിച്ചിട്ട് ഗംഗയ്ക്കൊന്നും മനസ്സിലായില്ല, നമ്മുടെ കുഴുത്തുരുപ്പ് വക്കീൽ എഴുതിയ കത്താന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ശങ്കറിനോട് സ്നേഹമാണെന്ന് ഓർത്ത് തുള്ളിച്ചാടി മണിയടിച്ചങ്ങ് പോവും കേട്ടോ.
ഇത് കണ്ട് ശങ്കർ ചോദിക്കും, ഈ അച്ഛനിപ്പോൾ എന്തിനാ മണി അടിച്ചതെന്ന് ചോദിച്ച് ശങ്കർ വീണ്ടും അസ്വസ്ഥനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പറയും, എടാ നിൻ്റെ കല്യാണ ആൽബത്തിനകത്തെ ഈ വ്യക്തി ആരാന്ന് ചോദിച്ചിട്ട് പറയും, വിനയ് ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വിനയ് ഫോണിൻ്റെ അപ്പുറത്തേക്ക് നിന്ന് ഈ വ്യക്തി ആരാ, ഇങ്ങേർക്ക് നല്ല ദേഷ്യമുണ്ടല്ലോ കല്യാണ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും ആൽബം മേടിച്ച് നമ്മുടെ ശങ്കർ നോക്കുമ്പോൾ സമയത്ത് കാണിക്കുന്ന നവീൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ശങ്കർ ഓർക്കുവാണ്, നവീൻ അവന് ദേഷ്യം ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുവാണ്. പിന്നെ ഗംഗ പറയുന്ന കാര്യമൊന്നും കേൾക്കുന്നില്ല കേട്ടോ. വിനയ് ഫോർട്ടിൻ്റെ കൂടെ ചാനലിൻ്റെ ഒരു ഫുഡ് വ്ളോഗ് എടുക്കണം എന്നൊക്കെ ഗംഗ പറയുന്നൊന്നും നമ്മുടെ ശങ്കർ കേൾക്കുന്നില്ല. ശങ്കർ ഈ സംശയം ചെന്നിട്ട് ഗൗരിയോട് പറയും കേട്ടോ. അപ്പം ഗൗരി പറയും, അങ്ങനെ ഇപ്പം ദേഷ്യം തോന്നുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, നീ എന്ന് അവൻ കല്യാണത്തിനൊന്ന് വെല്ലുവിളിച്ച് മറന്നോ ഗൗരി, നിന്നോട് ഉറപ്പായിട്ടും ദേഷ്യം ഉണ്ടാവും, എന്നോടും ദേഷ്യം ഉണ്ടാവും, പിന്നെ അവന് മുഖസാദൃശ്യം ഉണ്ടെന്നുള്ളത് സത്യമാണ്, ഇനിയിപ്പോൾ അവനാണ് ഇതിനൊക്കെ പിന്നിലെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ. ഇതൊക്കെ ചോദിക്കുമ്പോൾ ഗൗരി ഇങ്ങനെ ശങ്കർ എന്താ പറഞ്ഞു വരുന്നേ എന്നിങ്ങനെ ചോദിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ശങ്കർ പറയുന്നുണ്ട്, എനിക്കിപ്പോഴും അവനൊരു സംശയമുണ്ട്, അവനാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ തൃശ്ശൂരും തിരുവനന്തപുരത്തും എങ്ങനെയാണ് നമ്മൾ ഒരു സമയത്ത് ഒരാളെ കാണുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഗൗരി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. ശങ്കർ പറയുന്നുണ്ട്, എന്തായാലും നിന്നെ വെല്ലുവിളിച്ച് നീ മറക്കണ്ട എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.